അസ്സലാമു അലൈക്കും. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിലേക്ക് ഒരു ഗസ്റ്റ് വരുന്നുണ്ട് കേട്ടോ. ആക്ച്വലി ഗസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല, നമ്മുടെ എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു പേഴ്സണാണ് ആദർശേട്ടൻ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും, ഇൻസ്റ്റയിലും മല്ലു ട്രെൻഡ്സ് എന്ന് പറഞ്ഞിട്ടുള്ള പേജ് മാനേജ് ചെയ്യുന്നത് ഏട്ടനാണ്. അപ്പം നമ്മൾ കുറേ ഇയേഴ്സ് ആയിട്ടുള്ള ബോണ്ടാണ് കേട്ടോ. ഇപ്പോഴും നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് എപ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കട്ടെ. അപ്പോൾ എന്താ പറയുക, നമ്മളിങ്ങനെ മെസ്സേജൊക്കെ ചെയ്യുന്ന ടൈമിൽ ഏട്ടൻ എന്നോട് എപ്പോഴും പറയാറുണ്ട് എന്നാ കാണാൻ പറ്റുക. അപ്പോൾ എന്നോട് എപ്പോഴും ആളിങ്ങനെ ലൊക്കേഷൻ ചോദിക്കും കേട്ടോ. എന്നിട്ട് അവസാനം ഞാൻ പറഞ്ഞു, ഇപ്പോൾ ലൊക്കേഷൻ തരില്ല, തൃശ്ശൂർ എത്തിയിട്ട് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ട് ഒന്ന് വിളിക്കുക, അപ്പോൾ ഞാൻ എന്താ പറയുക ലൊക്കേഷൻ തരാം. എപ്പോഴും എനിക്ക് മെസ്സേജ് ചെയ്യുമ്പോൾ ലൊക്കേഷൻ തരുമോ ചോദിച്ച് ഇങ്ങനെ പറയാറുണ്ട് കേട്ടോ. കുറേ വർഷങ്ങളായിട്ട് പറയുന്നത് ലൊക്കേഷൻ തരുമെന്ന്. പക്ഷേ വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഏട്ടൻ നൈജീരിയയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ലീവൊന്നും അധികം കിട്ടാറില്ല, കുറവാണ്. അപ്പോൾ ഇപ്രാവശ്യം ലീവ് കിട്ടിയപ്പോൾ ഏട്ടൻ പറഞ്ഞിരുന്നു എന്തായാലും ഞാൻ നിന്നെ കാണാൻ വരുമെന്ന് പറഞ്ഞു. അപ്പോഴും എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നില്ല കേട്ടോ, കാരണം എപ്പോഴും പറയും കാണാൻ വരാമെന്ന്. പിന്നെ ജോലി തിരക്കും അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെ അവസാനം നമ്മൾ മീറ്റ് ചെയ്തു. ഏട്ടൻ്റെ വീട് ട്രിവാൻഡ്രാണ്. അവിടുന്ന് ഏർലി മോർണിംഗ് തന്നെ ഇറങ്ങിയിരുന്നു. അപ്പോൾ ഇവിടെ എനിക്ക് തോന്നുന്നു ഒരു 10 മണിയൊക്കെ ആകുമ്പോഴേക്കും എത്തിയിരുന്നു തോന്നുന്നു കേട്ടോ. 10 ആ ടൈമിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ മമ്മിയും ഉമ്മയും കൂടിയിട്ട് പത്തിരിയും ബട്ടർ ചിക്കനും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം മമ്മി ആദർശേട്ടനെ കുറിച്ച് ഇങ്ങനെ പറയാം കേട്ടോ. ആദർശേട്ടനെ എങ്ങനെ അറിയാം, അങ്ങനെ ആദർശേട്ടനായിട്ടുള്ള ബോണ്ടിനെ കുറിച്ച് മമ്മി എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഉമ്മ പത്തിരി ചുടണു, മമ്മി ഇതാ ചിക്കൻ ഫ്രൈ ചെയ്യുന്നു. നീ എന്ത് ചെയ്യണം? ഞാനിവിടെ ഫോൺ പിടിച്ച് നിൽക്കണു. എനി ഹെൽപ്പ് നീഡഡ്? വേണ്ട, നീ ഇപ്പൊ പണിയിട്ട് വന്ന് ക്ഷണിച്ചിട്ടിരിക്കല്ലേ. അച്ഛൻ ഫോൺ പിടിച്ച് നിൽക്കില്ലായിരുന്നു കേട്ടോ. അച്ഛൻ മുറ്റൊക്കെ അടിച്ചു വാരി ഒക്കെ വന്നു, സിറ്റൗട്ടൊക്കെ തുറച്ചു, എല്ലാ കാര്യങ്ങളും കഴിഞ്ഞിട്ടാണ് അവള് ഫോൺ പിടിച്ച് വന്നിരിക്കണത്. രണ്ടെണ്ണം ഹൈറ്റ് കുറവല്ലേ? ഉമ്മാടെ അത്രേ ഉള്ളൂ മോളും. ഞങ്ങൾ രണ്ടാമത് അത്ര വരും തന്നെ വരുള്ളൂ. നീയും ഞങ്ങളൊക്കെ വരും തന്നെ വരുള്ളൂ. അതെ അല്ലേ? അച്ഛന് സമയം കഴിഞ്ഞു. 1 വർഷമുള്ളൂ. അച്ഛന് 1 വർഷം എടുക്കുള്ളൂ. എത്ര വർഷം ഇന്ത്യയിലൊക്കെ നല്ല അച്ചു. അപ്പൊ അത്രയൊക്കെ അന്ന് രാജീവ് വെച്ചിട്ട് രാജിത മേഡം എന്താ പറഞ്ഞത്, നിങ്ങൾ ചേർത്തല്ലേ, നിങ്ങൾ അത്ര ബുദ്ധിമുട്ടാവുള്ളൂ. അത് അതേപോലെ തന്നെ ആവും ചെയ്തു. അതേപോലെ തന്നെ ആവും ചെയ്തു. നിങ്ങൾക്ക് വിഷമോ? ഏയ്, എല്ലാരും ഭയങ്കര കെയർ തരും ഹൈറ്റ് കുറഞ്ഞിരിക്കാന്ന് പറയുമ്പോ. കുഞ്ഞു കുട്ടികളെ പോലെ ട്രീറ്റ് ചെയ്യാൻ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. എന്താ ഹൈറ്റ് കുറഞ്ഞിരിക്കുക എപ്പോഴും നല്ലത്. എന്താ അതങ്ങനെയാണ്, നമ്മുടെ ഹൈറ്റും തടിയും മതിയില്ല, അതൊക്കെ നല്ലത്. ഇതെന്ത് കഴിക്കുന്നേ? മമ്മി അങ്ങനെ എന്തമ്മ ഒരു പ്രാവശ്യം ചിക്കൻ കോരി എടുത്താൽ 2-3 കഷ്ണമൊക്കെ അടുത്ത് ചിക്കൻ ആകുമ്പോഴും അതിന് രുചി നോക്കിയിരിക്കും. അത് പണ്ടേ ശീലാച്ചു. അതെല്ലേ? നിന്നെ കാണുന്നില്ലേ അകലേന്ന്? എവിടെ ഓട്ടോ നിർത്തിയേ? ബസ്സിന് വന്ന ഓട്ടോയില വന്നേ? അപ്പോൾ അങ്ങനെ ഇതാ ആദർശേട്ടനെ കണ്ടു. പിന്നെ ഞാൻ നൈജീരിയക്കാരാന്ന് കേട്ടോ കളിക്ക് വിളിക്കാറില്ല. പിന്നെ ഞാൻ ആദർശേട്ടൻ ഇത്ര ഹൈറ്റ് ഉണ്ടാവുമെന്ന് ഞാൻ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തില്ല. കാരണം എന്താ അറിയോ, ഫോട്ടോയിൽ ആദർശേട്ടൻ ഫുൾ ഫോട്ടോ ഇടാറില്ല, ഹാഫ് ഇടാറുള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഏട്ടൻ വലിയ ഹൈറ്റൊന്നും ഇല്ലയെന്ന് വിചാരിച്ചു. പക്ഷെ നല്ല ഹൈറ്റാട്ടോ. അപ്പോൾ അങ്ങനെ ഏട്ടൻ വന്നപ്പോഴേക്കും ഞങ്ങൾ രണ്ടുപേരും കൂടി ഇരുന്ന് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉമ്മയും മമ്മിയും അത് കഴിഞ്ഞിട്ടാട്ടോ കഴിച്ചത്. സത്യം പറയാലോ, ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ടോ. ഭയങ്കര ഹാപ്പി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹാപ്പി. കാരണം എന്താ അറിയോ, നമ്മളെ കണ്ടിട്ട് പോലും ഇല്ലാത്ത ഒരാൾ ജസ്റ്റ് ഒരു വീഡിയോയിലൂടെ നമ്മൾ ഡാൻസ് ഇഷ്ടപ്പെട്ട് ഒക്കെ നമ്മൾ ഫുൾ സപ്പോർട്ട് ചെയ്യുന്ന അങ്ങനത്തെ കുറേ ആൾക്കാർ എനിക്ക് ഇൻസ്റ്റാഗ്രാമിലുണ്ട്. പറയാതിരിക്കാൻ വയ്യ, എൻ്റെ ഫോളോവേഴ്സ്. അതേപോലെ തന്നെ യൂട്യൂബിലായാലും സ്ഥിരമായിട്ട് ഇങ്ങനെ കമൻറ്റ് ഇടുന്ന സബ്സ്ക്രൈബേഴ്സ്, അവരും എനിക്ക് അയക്കാറുണ്ട് എന്നാ കാണാൻ പറ്റുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇതേപോലെ തന്നെ എല്ലാവരെയും കാണണമെന്ന് എനിക്ക് ഒരുപാട് ആഗ്രഹമുണ്ട് കേട്ടോ. ചില ആൾക്കാരെ നമ്മൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കാണും, അപ്പോൾ അവർ നമ്മളോട് വന്ന് സംസാരിക്കും. ചില ആൾക്കാരെ അങ്ങനെ കണ്ടിട്ട് ഇനിയും ഒരുപാട് പേരുണ്ടല്ലോ, അപ്പോൾ അവരെല്ലാവരെയും കാണണമെന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യം തന്നെയാണ്. അത് എത്ര ദൂരെ നിന്ന് വന്നാലായാലും അടുത്തുനിന്ന് വന്നാലായാലും എന്താ നമ്മളെ ഡാൻസ് ആയാലും ഇഷ്ടപ്പെട്ട് നമ്മളങ്ങനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവില്ല. അപ്പോൾ അവർ
നമ്മളോട് വന്ന് സംസാരിക്കുമ്പോൾ നമുക്കത് ഭയങ്കര സന്തോഷം തന്നെയാണ്. ആദ്യമൊന്നും എന്നെ അങ്ങനെ തിരിച്ചറിഞ്ഞിരുന്നില്ല. കാരണം വീഡിയോയിലെ ഫേസും നേരിട്ട് കാണാനും നല്ല ഡിഫറൻസ് ഉണ്ട്. വീഡിയോയിൽ പൊട്ട് വെക്കുമല്ലോ, ഇതിൽ പൊട്ടില്ലല്ലോ നേരിട്ട് കാണുമ്പോൾ. അപ്പോൾ അങ്ങനെ കുറേ ഡിഫറൻസ് ഉണ്ട്. പിന്നെ ഷോൾ ഉണ്ടാവും നേരിട്ട് കാണുമ്പോൾ. അങ്ങനെ കുറേ ഒരു ഡിഫറൻസ് എല്ലാവരും പറയാറുണ്ട്. അപ്പോൾ അങ്ങനെ എല്ലാവർക്കും അങ്ങനെ തിരിച്ചറിഞ്ഞോളന്നില്ല. അപ്പോൾ ഷെയ്ഡായിട്ട് ഒരു എല്ലാവർക്കും തിരിച്ചറിയുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ഇപ്പോൾ ക്ലാസ്സിലൊക്കെ പോയി വരുമ്പോൾ ഞാൻ യൂണിഫോമിലായിരിക്കുമല്ലോ. അപ്പോൾ ഇപ്പോഴാണെങ്കിൽ ശരിക്കും ക്ലാസ്സിൽ പോകാൻ തുടങ്ങിയത്. ഇപ്പം തന്നെ കുറേ ആൾക്കാർ തിരിച്ചറിയുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. ബസ്സിൽ വെച്ചിട്ടായാലും പിന്നെ അതേപോലെ തന്നെ ഞാൻ ബസ് ഇറങ്ങി നടക്കുമ്പോഴായാലും തിരിച്ചറിയുമ്പോൾ നമുക്കത് വല്ലാത്തൊരു സന്തോഷം തന്നെയാണ്. അപ്പം ഞാനായാലും എന്താ പറയുക ഇങ്ങനെ വീഡിയോസ് കാണാറുണ്ട് കേട്ടോ എന്നൊക്കെ പറയുമ്പോൾ എനിക്കായാലും ഭയങ്കര സന്തോഷമാണ്. ഞാനും സംസാരിക്കാറുമുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് ഭയങ്കര സന്തോഷം തരുന്നൊരു കാര്യമാണ്. പിന്നെ ഇത്രയും ദൂരത്തുനിന്ന് എന്നെ കാണാൻ വരിക എന്ന് പറയുമ്പോൾ എനിക്ക് ഇതിൽ പരം സന്തോഷം വേറെ ഒന്നുമില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതാ വീട്ടിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു. അപ്പോൾ ആദർശേട്ടന് തിരിച്ച് ട്രെയിൻ ഉണ്ടായിരുന്നത് 3:30 കേട്ടോ. അപ്പോൾ കുറേ ടൈം ഇങ്ങനെ നമ്മൾ വീട്ടിലിരുന്ന് സംസാരിച്ചു. പിന്നെ ബോറടിച്ചു തുടങ്ങി. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പുറത്തേക്ക് ഒന്ന് ജസ്റ്റ് ഇറങ്ങി കേട്ടോ. ആദർശേട്ടന് തൃശ്ശൂർ കാണിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ ആദർശേട്ടൻ ട്രിവാൻഡ്രം ആയതുകൊണ്ട് അവിടെ കുറേ മാളും അങ്ങനെ കുറേ കാണാനുണ്ട്. നമ്മുടെ തൃശ്ശൂരിനെക്കാട്ടും കൂടുതൽ അവിടെ കുറേ മാളൊക്കെ ഉള്ളതുകൊണ്ട് അവിടെ കുറേ കാണുന്നുണ്ട്. അപ്പോൾ ആദർശേട്ടൻ ഇത് അത്ര വലിയ സംഭവമൊന്നുമല്ല. നമ്മുടെ തൃശ്ശൂർക്കാർക്ക് ഇതൊക്കെ വലിയ സംഭവമാണ്. പക്ഷെ അവിടുത്തെ ആൾക്കാർക്ക് വലിയൊരു ഇതൊന്നുമില്ല. അപ്പം അങ്ങനെ ഞാൻ തൃശ്ശൂർ കാണിച്ചു തരാം, ഇനിയിപ്പോൾ ഒരു സങ്കടം വേണ്ടാന്ന് പറഞ്ഞിട്ട് ഞാൻ ഏട്ടൻ്റെ കൂടെ ഇറങ്ങി. അപ്പോൾ അങ്ങനെ ശോഭ കാണിച്ചു കൊടുത്തു. പിന്നെ റൗണ്ട് ഫുള്ളൊന്ന് കറങ്ങി കേട്ടോ. അപ്പോൾ ഈ വീഡിയോ കാണുന്ന പലരും വിചാരിക്കുന്നുണ്ടാവും ഇങ്ങനെ ഒരു സബ്സ്ക്രൈബർ കാണാൻ വന്നിട്ട് എന്തൊരു ധൈര്യത്തിലാണ് ഇങ്ങനെ പുറത്ത് പോയിരിക്കണം. അങ്ങനെ കുറേ വേണ്ടാത്ത ഡൗട്ട്സൊക്കെ ഉണ്ടാവും കുറേ ആൾക്കാർക്ക്. അപ്പോൾ അവർക്കുള്ളത് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ആദർശേട്ടനെ ഞാൻ കണ്ടിട്ടില്ല എന്നേ ഉള്ളൂ. നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മെസ്സേജ് അയക്കാറുണ്ട്, കോൾ ചെയ്യാറുണ്ട്. മമ്മീനായിട്ടും ഉമ്മാനായിട്ടൊക്കെ നല്ല കമ്പനിയാണ്. അപ്പോൾ നമുക്ക് നന്നായിട്ട് അറിയാം ആദർശേട്ടനെ. അപ്പോൾ അങ്ങനെ കുറേ വർഷത്തെ ബോണ്ടാണ്, കണ്ടിട്ടില്ല എന്നേ ഉള്ളൂ. പക്ഷെ നല്ല കോണ്ടാക്റ്റാണ്, നന്നായിട്ട് സംസാരിക്കാറുണ്ട്, ചാറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ പോയതാണ്. എൻ്റെ സ്വന്തം ബ്രദറിൻ്റെ പോലെ തന്നെയാണ് കേട്ടോ. ഒന്ന് നോക്കോ, കണ്ടില്ല. അപ്പോൾ അങ്ങനെ ഏട്ടൻ്റെ ട്രെയിനിൻ്റെ ടൈമായി തുടങ്ങി. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഇനി നേരെ വീട്ടിൽ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാ ഇവിടെ നിന്ന് ശോഭയിൽ നിന്ന് ഇറങ്ങാണ് കേട്ടോ. ഇനി വീട്ടിൽ പോയി ഫുഡ് കഴിച്ചിട്ട് ഏട്ടൻ അങ്ങനെ ഇറങ്ങും. ഇയാളുണ്ടല്ലോ, ഈ ആദർശേട്ടൻ ശരിയല്ല കേട്ടോ. നമ്മുടെ നാട്ടിലേക്ക് വന്നിട്ട് നമ്മുടെ നാടിനെ കുറ്റം പറഞ്ഞിട്ടാണ് ഇവിടുന്ന് പോകുന്നത്. ഞാൻ വിട്ടു കൊടുത്തില്ല. അപ്പോൾ ഇതാ തൃശ്ശൂർക്കാരെ വെറുതെ ഇങ്ങനെ ഇട്ട് കളിയാക്കാണ് കേട്ടോ. നമ്മുടെ തൃശ്ശൂർ കുറച്ചേ കാണാനുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കളിയാക്കാണ്. അപ്പോൾ അങ്ങനെ ഇതാ ഏട്ടൻ ഇറങ്ങുകയായി. അപ്പോൾ അന്നത്തെ ഡേ ഞാൻ ഒരുപാട് ഹാപ്പി ആയിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഏട്ടൻ പോയി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവർ ഇറ്റ്സ് മീ ഡാൻസ്. അയ്യോ സോറി കേട്ടോ, ഇതൊക്കെ എനിക്ക് കൊണ്ടുവന്നതാണ്. അപ്പോൾ എനിക്ക് ഏട്ടൻ വാച്ചും പിന്നെ എനിക്ക് ഡയറി മിൽക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇനി ആരെങ്കിലും കൊണ്ടുവന്ന് തരാനുള്ള പ്ലാൻ ഉണ്ടെങ്കിൽ എനിക്ക് ഡയറി മിൽക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഓൾവേസ് വെൽക്കം. ഇനി ഇതേപോലെ ആർക്കെങ്കിലും വരണമെന്നുണ്ടെങ്കിൽ ഓൾവേസ് വെൽക്കം. ഇൻസ്റ്റയിൽ ഒരു മെസ്സേജ് അയച്ചിട്ടാൽ മതി. ഞാൻ വെറുതെ പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ ഇനി ആരെങ്കിലും ഡയറി മിൽക്ക് എന്തെങ്കിലും കൊണ്ടുവന്ന് തരാനുള്ള പ്ലാൻ ഉണ്ടെങ്കിൽ ചോക്ലേറ്റ് ആയിട്ട് തരാണെങ്കിൽ ഡയറി മിൽക്ക് തന്നാൽ മതി. എനിക്കതാണ് ഇഷ്ടം. അതായിട്ട് നന്നായിട്ട് അറിയാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ അന്നത്തെ വീഡിയോ. ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവർ ഇറ്റ്സ് മീ ഡാൻസ് വിത്ത് സിൻ സൈനിങ് ഓഫ്. ഗുഡ് ബൈ ഉമ്മ.